യേശു കർത്താവിൻ്റെ കാലത്ത് യഹൂദ സംസ്കാരമനുസരിച്ച് ചെറിയ ഗ്രാമങ്ങളിൽ പല കുടുംബങ്ങൾ ഒരുമിച്ച് തിങ്ങിപ്പാർക്കുമായിരുന്നു. തന്നിമിത്തം ഓരോ കുടുംബങ്ങൾ തമ്മിൽ ബന്ധവും പരസ്പരം അവർ നന്നായി അറിയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്നും ഒരു മകൻ അപ്പൻ്റെ മരണം വരെ കാത്തിരിക്കാതെ അതിനു മുമ്പ് തനിക്ക് കിട്ടേണ്ടുന്ന അപ്പൻ്റെ സ്വത്തിൻ്റെ ഓഹരി വാങ്ങി അപ്പൻ്റെ ഹൃദയത്തെ തകർത്ത് സമുദായത്തിൻ്റെ നിയമങ്ങളെ ലംഘിച്ച് ആ ഗ്രാമത്തിൽ നിന്നും ദൂരദേശത്തേക്ക് പോകുകയും പിന്നെ പരാജയപ്പെട്ട അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാമത്തിലെ മുതിർന്നവർ എബ്രായ ഭാഷയിൽ കസാസ എന്നറിയപ്പെടുന്ന സെറിമണി ഓഫ് ഷെയിം, നാണക്കേടിൻ്റെ ഒരു ചടങ്ങ് നടത്തുമായിരുന്നു. അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി നടന്നു വരുന്ന മകൻ്റെ മുന്നിൽ ഒരു കളിമൺ കുടം എടുത്ത് നിലത്തിട്ട് ഉടയ്ക്കുമായിരുന്നു. അതായത് സമൂഹവും അപ്പൻ്റെ ഭവനവുമായുള്ള അവൻ്റെ ബന്ധം തകർന്നു. അവനെ ഇനി ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്നാണ് ഈ ചടങ്ങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വീട് വിട്ടിറങ്ങിപ്പോയ ഒരു അപ്പൻ്റെ ഇളയ മകൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു ദിവസം അവന് സുബോധമുണ്ടായി, ഒപ്പം മാനസാന്തരവും. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി. ഇനിയാണ് ഈ കഥയിലെ ക്ലൈമാക്സ്. ഭവനത്തിനും ഗ്രാമത്തിനും നാണക്കേട് വരുത്തിയ ഒരു മകൻ തിരിച്ച് ഗ്രാമത്തിലേക്ക് നടന്നു വരികയാണ്. ഈ മകനെ ഗ്രാമനിവാസികൾ കണ്ടാൽ ആ വിവരം ഗ്രാമത്തിലെ മൂപ്പന്മാരെ അറിയിക്കും. അവർ വന്ന് കെസാസ എന്ന ചടങ്ങ് നടത്തി ആ മകനെ ഗ്രാമത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കും. ഇതറിയാവുന്ന കഥയിലെ അപ്പൻ ദൂരത്തു നിന്ന് തന്നെ മകനെ കണ്ട് ഓടിച്ചെല്ലുകയാണ്. ഗ്രാമത്തിൽ മറ്റാരുടെയും കണ്ണിൽ മകൻ പെടുന്നതിന് മുമ്പേ അപ്പൻ ഓടുകയാണ്. അപ്പൻ ഓടിച്ചെന്ന് മകൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മേൽത്തരമായ ഒരു അങ്കിയും മോതിരവും കാലിന് ചെരുപ്പും ധരിപ്പിച്ച് അപ്പൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കെസാസ അഥവാ നാണക്കേടിൻ്റെ ഒരു ചടങ്ങ് നടക്കുന്നതിന് പകരം എ ഹോം കമ്മിങ് പാർട്ടി, ഭവനത്തിലേക്ക് മടങ്ങി വന്നതിൻ്റെ ആഘോഷം നടക്കുകയാണ്. വീടിനും നാടിനും നാണക്കേട് വരുത്തി വെച്ച ഒരു പഴയ കഥ, ഒരു നാറിയ കഥ നമ്മിൽ ചിലർക്കെങ്കിലും പറയുവാനുണ്ടായിരിക്കാം. നാടിനും വീടിനും തലവേദന സൃഷ്ടിച്ച് നടന്നിരുന്ന ഒരു പഴയ കാലം. എന്നാൽ എന്നാണോ നമ്മിലൊരു മാനസാന്തരമുണ്ടായത്, അപ്പോൾ നമ്മുടെ അടുക്കിലേക്ക് ഓടി വന്ന് നമ്മെ കെട്ടിപ്പിടിച്ച് ചുംബനം തന്ന ഒരു സ്വർഗീയ അപ്പൻ നമുക്കുമുണ്ടായിരുന്നു. ഒരു കെസാസ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് പകരം എ ഹോം കമ്മിങ് പാർട്ടി അത്രേ അന്ന് നടന്നത്. ഇനി ആരെങ്കിലും ഭവനത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കി ആ സ്വർഗീയ അപ്പൻ ദൂരത്തേക്ക് കണ്ണും നട്ടി ഇപ്പോഴും ഇരിക്കുന്നു. മടങ്ങി വരുവാൻ ഇന്ന് ആർക്കെങ്കിലും മനസ്സുണ്ടോ? God will do the same for you today. He will run to you to welcome back home. ദൈവം അത് ഇന്നും ചെയ്യും. ഭവനത്തിലേക്ക് നിന്നെ സ്വീകരിക്കുവാൻ നിൻ്റെ അടുക്കിലേക്ക് അവൻ ഓടിയെത്തും. Have a blessed day.